ഈ കേസിന്റെ കാര്യം ഞാൻ പറയാം. ഈ കേസ് ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. ഞാനത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് അണ്ണാ ഇതെന്താണത് എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് അറിയുന്നത് എന്താ ഇരിങ്ങാലക്കുട എന്നൊരു ഫൈനാൻഷ്യൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മേജർ രവി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കേസുമായി റിലേറ്റ് ആയിട്ടുള്ള ഒരു വിഷയം നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണും. സ്വകാര്യ സ്ഥാപനത്തിന്റെ 12.5 ലക്ഷം രൂപ പറ്റിച്ചെന്ന് പരാതി. മേജർ രവിക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നെല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഇനി മേജർ രവി എന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനാണോ? അങ്ങനത്തെയൊക്കെ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് കൂടി കുഴഞ്ഞു കിടക്കുന്ന ടൈമിലാണ്. എന്തായാലും ആദ്യമായി മേജർ രവി എന്ന് പറയുന്ന വ്യക്തിക്ക് എതിരായിട്ട് വന്നിട്ടുള്ള ന്യൂസ് ഞാൻ വർഷം കൊടുത്തേക്കാം. സംവിധായകൻ മേജർ രവിക്കെതിരെ തൃശൂർ ഇരിങ്ങാലക്കുട പോലീസ് വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തു. ധനകാര്യ സ്ഥാപനത്തിൽ തിരിച്ചടവിൽ പിഴവ് വരുത്തിയവരിൽ നിന്ന് പണം പിരിക്കാമെന്ന് വാഗ്ദാനം നൽകി 12.5 ലക്ഷം രൂപ തട്ടിച്ചു എന്നാണ് കേസ്. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ധനകാര്യ സ്ഥാപനത്തിന്റെ HR മാനേജറാണ് പരാതിക്കാരൻ. മേജർ രവിയുടെ ഉടമസ്ഥതയിലുള്ള തണ്ടർ ഫോഴ്സ് സ്ഥാപനം പറ്റിച്ചു എന്നാണ് പരാതി. സഹ ഉടമകളായ മറ്റ് രണ്ടുപേരും FIR-ൽ പ്രതികളാണ്. ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഇരിങ്ങാലക്കുട പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. ഇരിങ്ങാലക്കുട പോലീസാണ് രജിസ്റ്റർ ചെയ്ത കേസൊക്കെ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ ആദ്യം ഞാൻ ഞെട്ടിയായിരുന്നു. 12.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ മേജർ രവി എന്ന് പറയുന്ന ആള് തട്ടിപ്പ് നടത്തിയോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. 12.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു പരിപാടി ചെയ്തത് ഞാൻ ചിന്തിച്ച്, സീരിയസ്ലി അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയി. നല്ല പൈസയും കാര്യങ്ങളും ഉള്ള ടീംസാ. അങ്ങനെ ഒരു 12.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു എന്റെ ഉള്ളിലുള്ള. എന്തായാലും ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ കേസിന്റെ കാര്യം ഞാൻ പറയാം. ഈ കേസ് ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. ഞാനത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് അണ്ണാ ഇതെന്താണത് എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് അറിയുന്നത് എന്താ ഇരിങ്ങാലക്കുട എന്നൊരു ഫൈനാൻഷ്യൽ ഫ്രോഡ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പം അന്വേഷിച്ചപ്പോൾ എന്താണ് അവിടെയുള്ള ഒരു ഫൈനാൻഷ്യൽ കമ്പനി, ഈ പലിശയ്ക്ക് കൊടുക്കുന്ന പാർട്ടീസിന്റെ ഒരു കമ്പനി, എന്താ IPL എന്ന ICL എന്തോ ഒരു കമ്പനി ഉണ്ട്, ഫൈനാൻഷ്യൽ കമ്പനി. ഇത് പ്രൈവറ്റ് ആണ്. അത് ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് സൊസൈറ്റി. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, ഐ ഡോണ്ട് ഈവൻ നോ ദാറ്റ്. ഇതിന്റെ ഒരുത്തൻ കേസ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇവന്റെ അടുത്ത് 15 ലക്ഷം, എത്രയാണ്, 12,40,80,000 രൂപ വാങ്ങിച്ചു എന്നുള്ളത്. ബേസിക്കലി ഇവനും അതുപോലെ തന്നെ തണ്ടർ ഫോഴ്സിന്റെ ആ ഫ്രോഡായിരുന്ന ഇപ്പൊ മുങ്ങി നടക്കുന്ന പോലീസ് അന്വേഷിക്കുന്ന ആ ലഫ്റ്റനന്റ് കമാൻഡർ എന്ന് പറഞ്ഞ് നടക്കുന്ന ലഫ്റ്റനന്റ് കമാൻഡർ അല്ലാത്ത 10ാം ക്ലാസ് ഗുസ്തി ആയിട്ടുള്ള മനുഷ്യൻ, ഇവനും ആയിട്ടുള്ള ഡീലില് എന്റെ പേരെങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ എന്റെ പേര് വെച്ചിട്ട് ഈ ഫൈനാൻഷ്യൽ കമ്പനി ഇത് കേസിന്റെ അടുത്ത് കൊടുത്തിട്ട് കോടതിയിൽ കൊണ്ടുകൊടുത്ത് അത് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. പോലീസ് ആദ്യം നിങ്ങളുടെ ആ കേസ് തള്ളിയതല്ലേ, കാരണം അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് FIR ഒന്നുമില്ല. കോടതി കൊടുത്തു, കോടതി സ്വാഭാവികമായിട്ടും അതൊരു ഓർഡറിലാണ്. ആര് കേസ് കൊണ്ടുവന്ന് തന്നാലും അത് നിങ്ങൾ അങ്ങോട്ട് അയച്ച് കൊടുക്കണം പോലീസ് സ്റ്റേഷനിലേക്ക്. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ എവിടുന്നോ ഈ എന്റെ പേരങ്ങ് ലീക്കായപ്പം അതങ്ങ് ആഘോഷിക്കുകയായിരുന്നു. അത് ചില പർട്ടിക്കുലർ ചാനൽസ് മാത്രം. അതായത് ഇവിടെ മേജർ രവി എന്ന് പറയുന്ന വ്യക്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നത് പോലെ ഇങ്ങേരുടെ പേര് എവിടെ കൂടിയോ വന്ന സമയത്ത് ഈ മീഡിയക്കാരെ എടുത്തിട്ടങ്ങ് ആഘോഷിച്ച് തള്ളുകയാണെന്ന്. എന്തിന്? ഇപ്പൊ തന്നെ നമ്മളെല്ലാവരെയും മിസ്ലീഡിങ് തംബ്നെയിൽസും കാര്യങ്ങളൊക്കെ വെച്ച് ഓരോ ന്യൂസുകൾ കിട്ടിക്കഴിഞ്ഞാൽ കുത്തി പൊക്കി എടുത്തിട്ട് അലക്കും. അതുള്ള കാര്യം തന്നെയാണ്. മിസ്ലീഡിങ് തംബ്നെയിൽസ് ഞാനും വെക്കാറുണ്ട്. പക്ഷെ അത് ഒരാളെ അങ്ങ് അടിച്ചമർത്തി തുലയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. നമ്മളെ കണ്ടന്റ്സിന് വേണ്ടിയിട്ട്, ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് മിസ്ലീഡിങ് വെക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ മീഡിയക്കാർ ചെയ്തതെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇങ്ങേരുടെ പേരെടുത്തിട്ട് വലിച്ചിട്ട് ഇഴച്ച് അതിന്റെ അകത്തിട്ട് മാക്സിമം നാട്ടിക്കാൻ നോക്കി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, ഫൈൻ. അല്ലാത്ത പക്ഷം മീഡിയക്കാർ ഇതൊരു ഫേക്ക് ന്യൂസ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വലിച്ചിട്ട് ഇഴച്ച് ഒരു കണ്ടന്റ് ആക്കിയതാണെങ്കിൽ വളരെ മോശമാണ്. എന്തായാലും ബാക്കി കേട്ട് നോക്കാം. അതിനകത്ത് പിന്നിൽ അതിൻ്റെതായിട്ട് അജണ്ടയും എല്ലാം ഉണ്ട്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഞാനിത് അറിയുന്നത്. അന്വേഷിച്ചപ്പോൾ എന്താണ് അതിൽ പറയുന്നുണ്ടത്രേ, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ട് പേഴ്സണലായിട്ട് കാശ് വാങ്ങിച്ചു. എനിക്കൊരു പലിശക്കാരായിട്ട് ഞാൻ പലിശയ്ക്ക് കൊടുക്കുക, പലിശയ്ക്ക് വാങ്ങിക്കുന്ന പരിപാടി ഇല്ല. ഞാനത് ചെയ്യാറില്ല. ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ കമ്പനിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും അവർ ദേ വിൽ ഗിവ് മീ സംതിങ് ഡിവിഡൻഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അല്ലാതെ ഞാനായിട്ട് ഒരു പലിശയ്ക്ക് കൊടുക്കുന്നോ അല്ലെങ്കിൽ പലിശക്കാരുടെ അടുത്ത് പോലോ ഞാൻ ഇന്നവരെ ചെയ്തിട്ടില്ല. പക്ഷെ ഇവൻ ഈ പലിശക്കാരൻ എന്ന് പറയുന്ന ഇംഗ്ലീഷിലൊരു പേരിട്ടുള്ള IC സം കമ്പനിയുടെ അവനാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഒരു അനിൽകുമാർ എന്നാണ് ഈ വ്യക്തിയുടെ പേര്.
ഏതോ ഒരു അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്നാണ് ഇവിടെ മേജർ രവി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു വെക്കുന്നത്. അത് ഏതായാലും കൊള്ളാം. എന്തായാലും പേര് പറഞ്ഞ സ്ഥിതിക്ക് അതിലൊരു നല്ല അന്വേഷണം നടത്തുന്നത് നല്ലത് തന്നെയാണ്. കള്ളക്കേസുകളും കൊടുത്ത് കള്ളപ്പരിപാടികളും കാണിച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തി മറ്റൊരുത്തന്റെ തലയിൽ കൊണ്ട് വയ്ക്കുന്നവന്മാരുണ്ടെങ്കിൽ അവന്മാർ നിയമത്തിന്റെ മുന്നിൽ വരെ തന്നെ ചെയ്യണം. ഇപ്പൊ മേജർ രവി എന്ന് പറയുന്ന വ്യക്തി ഒരു തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് ഒരു തമ്മനയിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്തൊക്കെ ഇങ്ങനെന്ത് തട്ടിപ്പ് നടത്തിയത്, ഇങ്ങനെന്താ ചെയ്തത് എന്ന് പറഞ്ഞ ആൾക്കാർ കയറി നോക്കും, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ന്യൂസുകാർ അതിനൊരു ഹരമാക്കി ഒരു ആഘോഷമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തും കൂടി പറ്റിയിട്ടൊരു ഫോൾട്ട് തന്നെയാണ്. ഇതിന് എതിരായിട്ട് ഈ പറയുന്ന മേജർ രവി എന്ന് പറയുന്ന വ്യക്തി ഒരു ഡിഫമേഷന് കേസ് കൊടുത്താൽ തന്നെ എല്ലാവരും പെടുന്ന ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി. എന്റെ പേര് വെച്ചാൽ തന്റെ ഈ 12.5 ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ കിട്ടില്ല. ഞാനതിന് ഒരു പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കും. ഇങ്ങനെയുള്ളൊരു മനസ്സുള്ള ഒരാൾക്ക് താനിപ്പോ ഈ 12.5 കേസും പറഞ്ഞിട്ട് മേജർ രവീനെ ഇവിടെ ഇട്ടിട്ട് ഉരുട്ടുന്നുണ്ടല്ലോ. അത് കേൾക്കാനും അത് ആഘോഷിക്കാനുമായിട്ട് ഇവിടെ കുറെ ആളുകളുണ്ട്. പിന്നെ മിസ്റ്റർ അനിൽകുമാർ തന്നെ ഞാൻ വെറുതെ വിടില്ല. താൻ എനിക്കെതിരായിട്ട് ഇതുപോലൊരു ഡിഫമേഷൻ കേസ് കൊടുത്തിട്ട് ഞാൻ സമൂഹത്തിൽ നല്ലൊരു പേരും പ്രശസ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് എന്നെ ഇന്നവരെ ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ. അത് വല്ലവർക്കും താൻ പലിശയ്ക്ക് കൊടുത്ത കാശ് ഈ അനിൽകുമാറിന് ഈ 12 ലക്ഷം രൂപ ഇവൻ പലിശയ്ക്ക് കൊടുത്താണ്. അവൻ അതിലും വലിയ കള്ളനായതുകൊണ്ട് ഇവനെ മുക്കിയിട്ടങ്ങ് പോയി. അതിൽ ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എന്റെ പേരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്റെ പേര് വെച്ചിരിക്കുകയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പേര് വെക്കാൻ ആർക്ക് വേണമെങ്കിലും ചെയ്യും. സൂപ്പർ. അവനൊക്കെ എവിടെ കൂടിയൊക്കെ തേപ്പൊക്കെ കാണിച്ച് നല്ല പരിപാടി കാണിച്ചതിന് ബോർഡ് ഓഫ് ഡയറക്ടറുടെ പേരിൽ ഇങ്ങനെ പേരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തങ്ങ് ഇങ്ങനെയാണ് ആ തട്ടിപ്പ് നടത്തിയതെന്നുള്ള രീതിയിൽ ആക്കി വിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് പറയാം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് സംസാരിക്കാം. അല്ലാണ്ട് ഇങ്ങേരാണ് ആ തട്ടിപ്പ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങേരെ പേരിൽ തന്നെ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അത്യാവശ്യം നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ഇമേജ് ഉള്ള ഒരു വ്യക്തി ആയ മേജർ രവിയുടെ പേരിൽ കൊണ്ട് ഇങ്ങനെ എടുത്തങ്ങ് അടിച്ചു കൊടുക്കുമ്പോഴേ അത് നല്ല ഒരുപാട് മറ്റേ അടുത്ത പരിപാടിയാണ് കാണിച്ചു കൊടുക്കുന്നത്. ആരെങ്കിലും ചെയ്ത തട്ടിപ്പ് ഇങ്ങേരാണ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങേര് ആ ഒരു പ്രശ്നം ബോധിപ്പിക്കാമായിരുന്നു. പകരം ഇങ്ങേരാണ് അത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസിൽ അടക്കം കൊണ്ടിട്ട് വലിച്ചു കീറുമ്പോൾ നിങ്ങൾ ഒരു ആളെ വ്യക്തിഹത്യയാണ് അവിടെ ചെയ്യുന്നത്. സീരിയസ്ലി അങ്ങനെ ഇവൻ പലിശയ്ക്ക് കൊടുത്തു, അവൻ അതുകൊണ്ട് മുങ്ങി. അവൻ വലിയ ഫ്രോഡ്. ഇനിയും കേസുകളുണ്ട്. ഈ 1.7 ആലപ്പുഴത്തെ കേസ്, ഇനി ഗുരുവായൂർ ഇവിടെ ഒരു 2 കോടിയും 3 കോടിയും തടിച്ചിട്ട് അവൻ പോയിട്ടുണ്ട്. പിന്നെ വേറെ പാലക്കാട് ഒരു സ്വാമിയുടെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ സിഗ്നേച്ചർ ഇല്ലാതെ എന്റെ പേര് വെച്ചിട്ടുള്ള ഒരു കമ്പനിയിൽ അവനത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അത് ചെയ്യാതെ. പക്ഷെ ഈ ചോദിക്കുന്നവരും ഈ ആളുകളും കംപ്ലൈന്റ് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേര് അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൺസെന്റ് എവിടെ എന്നുള്ളത് ആരും ചോദിച്ചിട്ടില്ല. കമ്പനി ആക്ട് പ്രകാരം എന്റെ സിഗ്നേച്ചർ വേണം, അവിടെ എന്റെ കൺസെന്റ് വേണം. അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിങ്ങിനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒപ്പിട്ടുള്ള മിനിറ്റ് ഷീറ്റുകൾ വേണം. അപ്പൊ ഒന്നുമില്ല. ബോർഡ് ഓഫ് ഡയറക്ടർ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒന്നുമില്ലാത്ത ഈ വ്യക്തിയുടെ പേരിൽ ഇങ്ങേരെ പേര് അവിടെ കണ്ടെന്നാ കേട്ടെന്നാ പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി കൊണ്ട് ഇങ്ങേരെ തലയിൽ അടിച്ചു വെച്ചു കൊടുത്തപ്പോൾ ആലോചിക്കണമായിരുന്നു പണി തിരിച്ച് പാലും വെള്ളത്തിൽ കിട്ടുമെന്ന്. കാരണം ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് അങ്ങേരെ പേരിൽ കൊണ്ട് അടിച്ചു വെക്കുകയാണെങ്കിൽ വിഷയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായി ആ ന്യൂസ് കണ്ടപ്പോൾ 12 ലക്ഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയ എന്നാണ് എൻ്റെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് പോയത്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് പോയത്. അപ്പോൾ ഒരു രീതിയിലും തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മേജർ രവി എങ്കിൽ അദ്ദേഹത്തിന്റെ തലയിൽ കൊണ്ട് ഈ പറയുന്ന പോലെ അടിച്ചമർത്തി ന്യൂസുകാരും കൊണ്ടിട്ട് ആഘോഷിച്ചപ്പോൾ അത് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ നല്ല പോലെ പരിപാടി പാലും വെള്ളത്തിൽ കിട്ടും. നോക്കിയിരുന്നോളാനേ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളൂ. ചുമ്മാ എന്തിനാണ് ഒരാളെ വാരി തേക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. തക്കതായ തെളിവും കാര്യങ്ങളും അടക്കമുണ്ട്. ഇങ്ങേരാണ് തട്ടിപ്പ് നടത്തിയ തെളിവുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചെയ്യാം. ഈ പറയുന്ന പോലെ നിങ്ങൾ കരിവാരി തേക്കുക എന്താണെന്ന് വെച്ച് ചെയ്യും. ഇതിപ്പോൾ മേജർ രവി ചെയ്തു എന്നുള്ള രീതിയിൽ ന്യൂസും പടച്ചു വിട്ട് ചുമ്മാ അങ്ങേരെ നാട്ടിക്കാൻ ഇത്രയും ഇമേജ് ഉള്ള ഒരു വ്യക്തിയല്ലേ, നാട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ ആലോചിക്കുക തിരിച്ചും പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന്. എന്തായാലും ഈ ഏതോ ഒരു അനിൽകുമാറിന്റെ പേര് ഇദ്ദേഹം പറയുന്നുണ്ട്. ഏവനായാലും നല്ല മോനെ, പുന്നാര മോനെ, സൂപ്പറായിട്ട് നീരി, നിനക്കുള്ള പണി അങ്ങേരെ തന്നെ തരും, വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് എന്ന് ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.